നമസ്കാരം. ഇന്ന് ചിക്കൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചിക്കനൊക്കെ അത് ആ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഉണ്ടായിരുന്നു, അത് ഈ പാനിലേക്ക് അങ്ങ് തട്ടിക്കൊടുത്തു. ഇനി ഇത് വഴറ്റിയെടുക്കുന്ന പരിപാടിയാണ്. വഴറ്റിയെടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിടാൻ മറക്കണ്ട. ഉപ്പിട്ടതിന് ശേഷം ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഇത് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അത് ആ വഴറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മഞ്ഞ കളറായി നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? വേറെ ഒന്നുമല്ല, മഞ്ഞളിട്ടത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്തായാലും മഞ്ഞളിട്ട് കഴിയുമ്പോൾ ഈ ഒരു കളറാവും. അതിന് ശേഷം മുളക് പൊടി ചേർക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. മുളക് പൊടി എത്രയാണോ ചേർത്ത് അതേപോലെ തന്നെ, ഒരുപാടൊന്നും ചേർക്കണ്ട. എന്നിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേറെ കുറച്ച് സംഭവങ്ങൾ ചേർക്കാണ്ട്, വേറെ ഒന്നുമല്ല, തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ക്യാപ്സിക്കം കൂടെ ചേർക്കുക. ഏത് കളറുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും എടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിലാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ അങ്ങ് തട്ടുകയാണ്. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടുണ്ടാവും, കയ്യിലേക്ക് തെറിക്കേണ്ട. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കാര്യങ്ങൾ കൂടെ ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും കൂടെ ചേർക്കുക. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരും. വെള്ളമൊക്കെ വറ്റി വന്നാൽ ഇതുപോലെ കിട്ടും. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.